ഇവിടെ മരപ്പാവയായ പിനോക്കിയോ മരിക്കാൻ വേണ്ടി അവനൊരു മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടേക്കായിരുന്നു. അപ്പൊ അവിടേക്ക് ഒരു മാസ്ക് വെച്ച പെൺകുട്ടി വന്ന് കെട്ടഴിച്ച് അവനെ രക്ഷിച്ച് കൊണ്ടുപോകുന്നു. അത് ശരിക്കും ഒരു ലിറ്റിൽ ഫെയറി ആയിരുന്നു. നോക്കുമ്പോ കൊട്ടാരത്തിൽ ഒരു ജയിന്റ് ശങ്കൊച്ച് കയറി വരാണ്. അതാരാന്ന് വെച്ചാൽ ഒരു വയസ്സായ ഒച്ചമ്മൂമ്മയാണ്. സംഭവം പിനോക്കിയോയെ ചികിത്സിക്കാൻ വേണ്ടി അവിടെ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടെന്ന കാര്യം പറയാനാണ് ഒച്ചമ്മൂമ്മ വന്നത്. ശേഷം ഡോക്ടേഴ്സിനെ റൂമിലേക്ക് വിളിപ്പിക്കുന്നു. നോക്കുമ്പോ ഒരു ഉറുമ്പ് മനുഷ്യൻ റൂമിലേക്ക് കയറി വന്നത് ഒച്ചമ്മൂമ്മയുടെ ബ്ലാബ്ലാ സാധനത്തിൽ ചർക്കി അവന്റെ അറയിലേക്ക് വീഴാൻ പോകുന്നു. എന്നിട്ട് അവര് പിനോക്കിയോയെ പരിശോധിക്കാൻ തുടങ്ങി. ശേഷം ഒരു ഊത്തുപോലത്തെ ഐറ്റം എടുത്ത് പിനോക്കിയോയുടെ നെഞ്ചിൽ വെച്ചിട്ട് ശ്വസിക്കാൻ പറയുന്നു. അപ്പൊ ഒറ്റ ശ്വാസം കേട്ട ഉടനെ ഡോക്ടർ പറഞ്ഞു പിനോക്കിയോയ്ക്ക് ബ്രോഞ്ചൈറ്റീസ് ആണെന്ന്. ഇത് കേട്ട് ഒച്ചമ്മയും ഫെയറിയും ടെൻഷൻ ആകുന്നു. എന്നാൽ അതിനുശേഷമുള്ള ഡോക്ടേഴ്സിന്റെ പരിശോധന കണ്ട് പിനോക്കിയോ പെട്ടെന്ന് ബെഡിൽ നിന്ന് ചാടി എണീക്കുകയാണ്. പക്ഷേ ഡോക്ടേഴ്സ് അവനെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിടുന്നു. അപ്പോഴേക്കും ഫെയർ ചോദിച്ചു എന്ത് അസുഖമാണെങ്കിലും പിനോക്കിയോ ജീവിക്കോ മരിക്കോ എന്ന്. അപ്പൊ ഒരു മൂങ്ങ ഡോക്ടർ പറഞ്ഞു മരിക്കുമെന്ന്. എന്നാൽ അടുത്ത മൂങ്ങ ഡോക്ടർ പറഞ്ഞു ജീവിക്കുമെന്ന്. ശരിക്കും അവർക്ക് പോലും പിനോക്കിയോയ്ക്ക് എന്താ പറ്റിയെന്നറിയാതെ പുറത്തു പോവാണ്. ഉടനെ ഉറുമ്പും അവനോട് യാത്ര പറഞ്ഞ് പോവാൻ ഇറങ്ങിയത് കൊച്ചിന്റെ ബ്ലാബ്ലാ സാധനത്തിൽ തെന്നി ഉറുമ്പ് മറിഞ്ഞ് തറയിലേക്ക് വീഴാണ്.